ഒന്നിനു പുറകെ ഒന്നായി കോൺഗ്രസിനുള്ളിൽ സംഘർഷമുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം KSUവിന്റെ പഠന ക്യാമ്പിൽ നേതാക്കൾ തമ്മിൽ തല്ലി സംഘർഷാവസ്ഥ സൃഷ്ടിച്ച് അതിൽ കോൺഗ്രസ് നേതൃത്വം ഉൾപ്പെടെ തല താഴ്ത്തിയിരിക്കുമ്പോഴാണ് DCC ഓഫീസിൽ അടുത്ത കയ്യാങ്കളി ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരം നെയ്യാർ ഡാമിൽ നടന്ന KSUവിന്റെ പഠന ക്യാമ്പിലെ സംഘർഷം മാതൃസംഘടനയായ കോൺഗ്രസിനെ ഗൗരവതരമായി ബാധിച്ചിരുന്നു. പ്രശ്നമുണ്ടാക്കിയവർക്കെതിരെ കടുത്ത നടപടിയായിരുന്നു അന്ന് സ്വീകരിച്ചതും. KSU സംസ്ഥാന കമ്മിറ്റിക്ക് ക്യാമ്പ് നടത്തിപ്പിലും ഉണ്ടായ സംഘർഷത്തിലും വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് സമിതി കണ്ടെത്തുകയും ചെയ്തിരുന്നു. KSU സംസ്ഥാന ക്യാമ്പിനിടെ അംഗങ്ങളുടെ കൂട്ടത്തല്ലും നേതാക്കൾ തമ്മിൽ ഏറ്റുമുട്ടിയതും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയതിനു ശേഷം വീണ്ടും ഒരു കയ്യാങ്കളി ഉണ്ടായിരിക്കുകയാണ്. K. മുരളീധരന്റെ തോൽവിക്ക് പിന്നാലെ തുടങ്ങിയ ചേരിപ്പോരാണ് കഴിഞ്ഞ ദിവസം കയ്യാങ്കളിയിൽ കലാശിച്ചത്. പിന്നാലെയാണ് KPCC, AICC നേതൃത്വങ്ങൾ ഇടപെട്ടത്. DCC സെക്രട്ടറി സജീവൻ കുര്യച്ചിറയെ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരും അനുകൂലികളും ചേർന്ന് പിടിച്ചുതള്ളിയെന്നാണ് ആരോപണം. ജില്ലയിലെ 2 ലോക്സഭാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് പരാജയപ്പെട്ടിരുന്നു. തൃശൂരിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച സുരേഷ് ഗോപി ജയിച്ചതോടെയാണ് DCCയിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയർന്നത്. ആരോപണങ്ങൾ നേരിടുന്ന നേതാക്കളായ ജോസ് വള്ളൂർ, TN പ്രതാപൻ, അനിൽ അക്കരെ എന്നിവർ തിരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറാകാത്തതും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അതേസമയം DCC ഓഫീസിലെ കയ്യാങ്കളിയിൽ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. തൃശൂർ ഈസ്റ്റ് പോലീസാണ് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പ് പ്രകാരം ജോസ് വള്ളൂരിനും കണ്ടാലറിയാവുന്ന 20 പേർക്കുമെതിരെ കേസെടുത്തത്. K. മുരളീധരന്റെ ഉറ്റ അനുയായിയായ DCC സെക്രട്ടറി സജീവൻ കുര്യച്ചിറയുടെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ നാണക്കേടുണ്ടായ സംഭവത്തിൽ പാർട്ടി അടിയന്തര നടപടി സ്വീകരിക്കുമെന്നാണ് വിവരം ലഭിക്കുന്നത്. തൃശൂരിലെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ DCC ചുമതല സംസ്ഥാനത്തെ തന്നെ മുതിർന്ന നേതാവിന് നൽകാൻ സാധ്യതയുമുണ്ട്. ചാലക്കുടി MP-യായ ബെന്നി ബെഹനാന്റെ പേരാണ് പ്രഥമ പരിഗണനയിലുള്ളത്. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ ഡൽഹിയിലുള്ള KPCC അധ്യക്ഷൻ K. സുധാകരനോട് കയ്യാങ്കളി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. 2 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നാണ് ആവശ്യം. DCC ഓഫീസിൽ തമ്മിൽ തല്ലിയ K. മുരളീധരൻ പക്ഷക്കാരുമായും DCC അധ്യക്ഷൻ ജോസ് വള്ളൂർ പക്ഷക്കാരുമായും പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനുള്ള നടപടികളിലേക്ക് കടക്കും. എന്തായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി K. മുരളീധരൻ പരാജയപ്പെട്ടതിൽ പാർട്ടിക്കുള്ളിൽ പ്രതിഷേധം പുകയുകയാണ്. പാർട്ടിക്കുള്ളിൽ പൊട്ടിത്തെറി രൂക്ഷമായതോടെ തുടർച്ചയായ 3-ാം ദിവസവും DCC ഓഫീസിനു മുന്നിൽ പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടിരുന്നു. കോൺഗ്രസ് നേതാക്കളായ അനിൽ അക്കരെ, MP വിൻസെന്റ് തുടങ്ങിയവർക്കെതിരെയാണ് പോസ്റ്ററുകൾ. ഇരുവരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നാണ് ആവശ്യം. K. മുരളീധരന്റെ പോസ്റ്ററുകളും ഫ്ലെക്സ് ബോർഡുകളും അനിൽ അക്കരെ മുക്കി. പണം വാങ്ങി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച MP വിൻസെന്റ് ഒറ്റുകാരൻ എന്നിങ്ങനെയുള്ള പോസ്റ്ററുകളാണ് കോൺഗ്രസ് ബ്രിഗേഡ് എന്ന പേരിൽ ഓഫീസിന് മുന്നിൽ പതിപ്പിച്ചത്. TN പ്രതാപന് ഇനി ഒരു വാർഡിൽ പോലും സീറ്റ് നൽകരുതെന്നും DCC അധ്യക്ഷൻ ജോസ് വള്ളൂർ രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള പോസ്റ്ററുകളാണ് പ്രത്യക്ഷപ്പെട്ടത്. K. മുരളീധരൻ 3-ാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തിയതിന് പിന്നാലെയാണ് തൃശൂരിൽ ഭിന്നിപ്പ് രൂക്ഷമായത്. നേതൃത്വത്തിനെതിരെ മുരളീധരൻ നേരത്തെ രംഗത്ത് വന്നിരുന്നു. തന്റെ പ്രചാരണത്തിനായി മുതിർന്ന നേതാക്കൾ ആരും തന്നെ എത്തിയില്ലെന്നും സംഘടനാ തലത്തിൽ കാര്യക്ഷമമായ പ്രവർത്തനം നടന്നില്ലെന്നുമുള്ള ആരോപണങ്ങൾ മുരളീധരൻ നേരത്തെ ഉന്നയിച്ചിരുന്നു.